എൻ്റെ പേര് മരിയ ബിജു. ഞാൻ പിന്നെ ഇവിടെ ആദ്യമായിട്ട് അഖണ്ഡ ജപമാലയ്ക്ക് സംബന്ധിക്കുന്നത് ഓഗസ്റ്റ് 2-ാം തീയതിയാണ്. ഞാൻ ഫേസ്ബുക്ക് വഴിയാണ് ഇത് കണ്ടത്. അപ്പോൾ ഞാൻ അവിടെ ഒരു നമ്പറിൽ ബന്ധപ്പെട്ടപ്പോൾ ഞാൻ എനിക്കിങ്ങനെ അഖണ്ഡ ജപമാലയ്ക്ക് വരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ബ്രദർ പറഞ്ഞു, പ്രിൻസ് ബ്രദറാണ് എന്നെ ഒരു ആൻസർ തന്നത്. അപ്പോൾ പറഞ്ഞു ഓഗസ്റ്റ് 2-ാം തീയതി ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ചേരുന്നത്. അപ്പോൾ അന്ന് വൈകിട്ട് ഭയങ്കര ഒരു അനുഭവമായിപ്പോയി എനിക്കത്. ഞാൻ പിന്നെ വർഷങ്ങളായിട്ട് ജപമാല എല്ലാം നിർത്തി വെച്ചിരുന്ന ഒരാളായിരുന്നു. കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഇത് വീണ്ടും ഞാൻ ജപമാല സ്റ്റാർട്ട് ചെയ്താൻ തുടങ്ങിയത്. അപ്പം മുട്ടുകുത്താനോ അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഈ അഖണ്ഡ ജപമാല കഴിഞ്ഞ് പോയപ്പം എല്ലാവരും മാതാവിൻ്റെ ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടി, അങ്ങനെ ഇതെല്ലാം മിഷൻസൊക്കെ കിട്ടി, അങ്ങനെയെല്ലാം പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു മാതാവേ എനിക്ക് മാത്രം ഒന്നും കിട്ടിയില്ലല്ലോ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പം അന്ന് രാത്രി ഞാൻ ഉറങ്ങിയപ്പം നേരം വിളക്കാത്ത സമയമായപ്പം പെട്ടെന്ന് ഒരു പ്രകാശം, മഞ്ഞ വെളിച്ചം താഴേക്ക് വീഴുന്നു. അതിനുശേഷം അമ്മയുടെ ഈ കൃപാസനത്തിൽ മാതാവിൻ്റെ രൂപം ഞാൻ കണ്ടു. അപ്പം എനിക്ക് എൻ്റെ അമ്മയുടെ ആങ്ങളെ ഒരാൾ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ആരുടെ മുഖവും ഞാൻ കണ്ടു. അപ്പം ഞാൻ പറഞ്ഞു, മാതാവേ ഞാൻ മകനോട് ക്ഷമിക്കാനുണ്ട്, അതിന് ഞാൻ ക്ഷമിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അനുഗ്രഹം എനിക്ക് കിട്ടി. പിന്നെ എനിക്ക് ജൂലൈ 24-ാം തീയതി എൻ്റെ മദറിലോ ഒരു കുഴപ്പമില്ലാതെ ഓടി നടന്ന വ്യക്തിയായിരുന്നു. അപ്പം പെട്ടെന്ന് ഒരു സ്ട്രോക്ക് വന്ന് പുള്ളിക്കാരത്തേക്ക് റൈറ്റ് സൈഡ് ലെഗ്സും ആംസും പിന്നെ ബ്രെയിന് സംസാരിക്കാനും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. അപ്പം ഞാൻ ഇവിടെ വന്ന് അപ്പം 3 ഡോക്ടർ പറഞ്ഞു ഒരു 6 മാസം കഴിഞ്ഞിട്ട് എന്തെങ്കിലും നമുക്ക് കൈ അനക്കാനെങ്കിലും സാധിക്കുള്ളൂ, അതുകൊണ്ട് എന്ന് പറഞ്ഞ് വിട്ടു. അപ്പം വീട്ടിൽ വേറെ ആരുമില്ല. അപ്പം എൻ്റെ ഫാദറിലോയും മാത്രമേ ഉള്ളൂ. കുഞ്ഞുങ്ങളെല്ലാം പഠിക്കുവാനായിട്ട് പോയിക്കുവാണ്. അപ്പം ഞാൻ വളരെ വിഷമിച്ച്, കർത്താവേ എൻ്റെ വിസയും തീരാറായി, ഞാനിനി എന്ത് ചെയ്യും, എനിക്ക് വീട്ടിൽ പോയി അമ്മേനെ ശുശ്രൂഷിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ഞാൻ അവർക്ക് വിഷമിച്ച് പ്രാർത്ഥിച്ചു. അത് ഞാൻ അമ്മയോട് പറഞ്ഞു. അപ്പം 2-ാം തീയതി ഞാൻ വന്നപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഞാൻ അഖണ്ഡ ജപമാലയ്ക്ക് പോവുക, അമ്മ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പം അമ്മയും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഒത്തിരി വേദനയോടുകൂടി ഞാൻ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ തിരിച്ചു ചെന്നപ്പം വെള്ളിയാഴ്ച ഞാൻ തിരിച്ചു ചെന്നപ്പോൾ ഞാൻ അമ്മയെ വിളിച്ചിട്ട് ചോദിച്ചു, അമ്മേ ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു അമ്മേ, ഇന്ന് ഇച്ചിരി എങ്കിലും കുറവ് അമ്മയ്ക്ക് അനുഭവപ്പെട്ടോ എന്ന് ചോദിച്ചപ്പം അമ്മ എന്നോട് പറഞ്ഞു, ഇന്ന് മുഴുവൻ എനിക്ക് ഛർദിയായിരുന്നു, എനിക്ക് ഒന്നും കഴിക്കാനോ ഒന്നും പറ്റിയില്ല. അപ്പം എനിക്ക് വിഷമമായി. കർത്താവേ അമ്മയെ ഞാൻ ഇത്ര പ്രാർത്ഥിച്ചിട്ടും അമ്മയ്ക്ക് ഒരു അനുഗ്രഹവും കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ചു. ശനിയാഴ്ച ഞാൻ വീണ്ടും വിളിച്ചപ്പം അമ്മ എന്നോട് പറഞ്ഞു, എടി എനിക്ക് പിന്നെ ഹസ്ബൻഡാണ് പറഞ്ഞത് അമ്മയ്ക്ക്. അപ്പോൾ എന്നോട് പറഞ്ഞു, എടി അമ്മ പിന്നെ ഒരു ചെറിയ സപ്പോർട്ട് കൊടുത്താൽ മതി, ഇപ്പം അമ്മ നടക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഒത്തിരി സന്തോഷമായി. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ കൈ പൊക്കാനും അമ്മയുടെ വിരലൊക്കെ ചലിക്കാൻ തുടങ്ങി. 6 മാസമൊന്നും ഡോക്ടർ പറഞ്ഞു വിട്ടതാണ്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ജപമാല അമ്മയുടെ കൈകളിൽ വലത് കൈ പിടിച്ച് അമ്മ ചെല്ലാൻ തുടങ്ങാൻ പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞടി കൈക്ക് പിന്നെ അങ്ങനെ പിടിക്കാൻ പറ്റത്തില്ല, എന്നാലും ഞാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞു. എന്തായാലും ഞായറാഴ്ച മുതൽ അമ്മ ആ കൈ കൊണ്ട് ജപമാല ചൊല്ലാനും ഒരു ചെറിയ സപ്പോർട്ടിൽ അമ്മ നടക്കാനും തുടങ്ങി. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുള്ള അമ്മേ മാതാവേ അമ്മയ്ക്ക് പരസഹായം കൂടാതെ അവനവൻ്റെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ടോയ്ലറ്റിൽ പോകാൻ മാത്രം ഉള്ള അനുഗ്രഹം കൊടുത്താൽ മതി, മറ്റുള്ളതൊന്നും ചെയ്യണ്ട എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അമ്മ ഇപ്പം അമ്മ ഇടയ്ക്ക് എഴുന്നേറ്റ് നടക്കുകയും തന്നെ എഴുന്നേൽക്കാനും എല്ലാം തുടങ്ങി. അങ്ങനെ ഒരു അനുഗ്രഹം